In the picture, the circles on the left and right intersected with the middle at PQRS. ലെഫ്റ്റും റൈറ്റും ഓരോ സർക്കിൾ ഉണ്ട്, മിഡിലും ഒരു സർക്കിൾ ഉണ്ട്, അത് ഇന്റർസെക്ട് ചെയ്യുന്ന PQRS ആണ്. ഇതാണ് ലെഫ്റ്റുള്ള സർക്കിൾ, ഇതാണ് റൈറ്റുള്ള സർക്കിൾ, ഇതാണ് മിഡിലുള്ള സർക്കിൾ. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, PQRS. Lines joining these meet the left and right circles at ABC. ഈ രണ്ട് ഇതും ജോയിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റിനെയും റൈറ്റിനെയും ABC എന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഈ വലിയ ക്വാഡ്രിലേറ്റർ സൈക്ലിക് ക്വാഡ്രിലേറ്റർ പ്രൂവ് ചെയ്യണം. സൈക്ലിക് ക്വാഡ്രിലേറ്റർ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ ഈ രണ്ട് ലൈൻ വരച്ചത് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ദിസ് ആംഗിൾ ഈസ് എക്സ്. അപ്പോൾ ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയി. അപ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറും? 180 - x. കാരണം ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താലും 180 ആണ്. ഇത് ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇത് 180 - x ആകുമ്പോൾ ഇത് എത്രയായിട്ട് മാറണം? എക്സ് ആയിട്ട് മാറണം. ഇപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഇത് എക്സ് ആകുമ്പോൾ ഇത് എത്രയായിട്ട് മാറും? സൈക്ലിക് ക്വാഡ്രിലേറ്റർ. ഇത് 180 - x ആയി മാറും. ഇത് 180 - x ആകുമ്പോൾ ഇത് ലീനിയർ പെയറാണ്. 180 - x ആകുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടണം. ഇത് എക്സ് ആയി മാറും. ഇത് എക്സ് ആയിട്ട് മാറുമ്പോൾ ഇത് ഓപ്പോസിറ്റ് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ എന്ത് കിട്ടും? 180 - x കിട്ടും. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററിൻ്റെ രണ്ട് ആംഗിൾ നോക്കുക. ആംഗിൾ A പ്ലസ് ആംഗിൾ D ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. എക്സ് പ്ലസ് എന്ത് കിട്ടും? 180 - x കിട്ടും. എക്സ് പ്ലസ് 180 - x എന്ന് എത്രയാണ്? വീണ്ടും എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി ആംഗിൾ A പ്ലസ് ആംഗിൾ D. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലേറ്റർ ഈസ് 180. ദെർഫോർ ഈ വലിയ ക്വാഡ്രിലേറ്റർ എന്തായി? സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ദ ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്റർ ABCD. ABCD എന്ന ക്വാഡ്രിലേറ്റർ കാണാനുണ്ട്. അതിൻ്റെ ആംഗിൾസിൻ്റെ ബൈസെക്ടർ, ഇത് എന്റെ ബൈസെക്ടർ ആണ്, ഇത് ബിന്റെ ബൈസെക്ടർ ആണ്, ഇത് സിന്റെ ബൈസെക്ടർ ആണ്, ഇത് ഡിന്റെ ബൈസെക്ടർ ആണ്. ഇന്റർസെക്ട് അറ്റ് PQRS. അത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ബൈസെക്ടേഴ്സ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് PQRS. പ്രൂവ് ദാറ്റ് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. PQRS സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പ്രൂവ് ചെയ്യണം. ഒരു ഹിന്റ് ഒന്നുണ്ട്. ലുക്ക് അറ്റ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾസ് PCD ആൻഡ് RAB. PCD പറഞ്ഞ ട്രയാംഗിൾ നോക്കാം. PCD എവിടെ? PCD ഈ ട്രയാംഗിൾ ആണ്. PCD എന്ന ട്രയാംഗിൾ, ഈ ട്രയാംഗിൾ ആണ് PCD എന്ന ട്രയാംഗിൾ. RABത്തെ ആംഗിൾ നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ RAB വരയ്ക്കാം. നമുക്ക് ഈ ആംഗിൾ ഒന്ന് മെൻഷൻ ചെയ്യാം ആദ്യം. ഈ ആംഗിൾ മൊത്തം 2D നിൽക്കുകയാണ്. ഈ ആംഗിൾ മൊത്തം 2C നിൽക്കുക. അപ്പോൾ ഈ ആംഗിൾ പകുതിയാണ്. ഇത് മാത്രമാകുമ്പോൾ DI. 2D എടുത്തോ DI. D എടുത്താലും മതി. അപ്പോൾ D/2 എഴുതണം. അത് ഒഴിവാക്കാനാണ് 2D എടുത്ത്. ഇപ്പോൾ DI. ഇത് 2C എടുത്തപ്പോൾ ഈ ആംഗിൾ എന്തായി? CI. ഇനി ഈ ആംഗിളിൻ്റെ വാല്യൂ എഴുതാം. ഈ ആംഗിളിൻ്റെ വാല്യൂ സം ഓഫ് ആംഗിൾസ് ഈ മൂന്ന് ആംഗിളും കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ 180 ബാക്കി ഉണ്ടാവും. 180 ഡിയും സിയും കഴിച്ചതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും D + C കൂട്ടിയിട്ട് കഴിച്ചാണ്. ഇനി അടുത്തൊരു ട്രയാംഗിൾ പറയുന്നത് RAB ആണ്. അപ്പോൾ RAB നോക്കാം. ഇതേപോലെ തന്നെ RAB നമുക്ക് വാല്യൂ ചെയ്യാം. ഇവിടെ മെഷേഴ്സ് ആംഗിൾസ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു വാല്യൂ എടുത്ത് പോകാൻ പറ്റുള്ളൂ. RABക്ക് നമുക്ക് ഈ ആംഗിളിന് കൊടുത്ത് മൊത്തം ആംഗിളിന് എന്ത് കൊടുക്കാം? 2A കൊടുക്കാം. ഈ മൊത്തം ആംഗിൾ എന്ത് കൊടുക്കാം? 2B കൊടുക്കാം. അപ്പോൾ ഈ പകുതി ആംഗിൾ എന്തായി? AI. ഈ പകുതി ആംഗിൾ എന്തായി? BI. അപ്പോൾ ഈ ആംഗിൾ പറയാം. എയും ബിയും കൂട്ടിയിട്ട് 180 കഴിക്കണം. അതായത് ഈ ആംഗിൾ 180 - A കഴിക്കണം B. അതിന് മൊത്തം എന്ത് ചെയ്താൽ മതി? A + B കഴിച്ചാൽ 180 - A + B. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യാണ്. ആംഗിൾ R + ആംഗിൾ P.
ആംഗിൾ 6 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ. എന്തിനാണ് ആഡ് ചെയ്യണത്? ഈ ആംഗിളിൻ്റെ സമ്മിനനുസരിച്ചിട്ടാണ് ഇത് സൈക്ലിക് ആണോ അല്ലേ തീരുമാനിക്കുക. ഇപ്പോൾ ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ആഡ് ചെയ്തു. ഈ മെഷറും ഈ മെഷറും ആഡ് ചെയ്യുക. ഇപ്പോൾ 180 ആഡ് ചെയ്യുക. 180 പ്ലസ് 180 മൈനസ് ഈ എ പ്ലസ് ബി കഴിക്കണം. അതുപോലെ തന്നെ ഡി പ്ലസ് സിയും കഴിക്കണം. 180 പ്ലസ് 180 എത്രയാണ്? 360 മൈനസ് നമുക്ക് എ പ്ലസ് ബി കഴിക്കണം, ഡി പ്ലസ് സിയും കഴിക്കണം. അപ്പോൾ അതിനെ ഒന്നിച്ചത് കൂട്ടി കഴിച്ചാൽ മതി. എ പ്ലസ് ബി പ്ലസ് ഡി പ്ലസ് സി കഴിച്ചാൽ മതി. അപ്പോൾ 360 മൈനസ് ഇതിൻ്റെ വാല്യൂ നോക്കാം. 2a പ്ലസ് 2b 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d അറിയുമ്പോൾ ഒരു ഈ ക്വാഡ്രിലേറ്ററിലെ സൈക്ലിക്കല്ല, ഈ ക്വാഡ്രിലേറ്ററിലെ 4 ആംഗിൾസാണ്. 4 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 360 കിട്ടണം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d 360 അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അതിൻ്റെ പകുതി കിട്ടും 180. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി 180 ആണ്. 180 കഴിച്ചു 360 180 ആയിട്ടും 180. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ് തെളിയിച്ചു. ദെർഫോർ ഈ ഉള്ളിലുള്ള പി ക്യു ആർ എസ് എന്തായിരിക്കും? സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും.